साथियों, सही मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो, व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो। केरला के लोग जानते हैं, हमारे प्रयासों से पिछले 10 वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवेज, रेलवेज और एयरपोर्ट से जुड़ा विकास हुआ है। कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है। हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी हैं। ഫ്രണ്ട്സ്, അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനം സാധ്യമായി എന്ന് പറയാൻ കഴിയുന്നത്. വ്യാപാര മേഖല പുരോഗതി കൈവരിക്കണം. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനം കൊണ്ടുവരണം. കേരളത്തിലെ ആളുകൾ ഇതെല്ലാം അറിയുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ കേരളത്തിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനൊപ്പം അതിവേഗത്തിൽ ഹൈവേകളും റെയിൽവേയും എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി. കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതികൾ ഭാരത സർക്കാർ വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. फ्रेंड्स, भारत सरकार केरला के विकास से देश के विकास के मंत्र पर भरोसा करती है। हम कोऑपरेटिव फेडरलिज्म की भावना से चल रहे हैं। बीते 1 दशक में हमने केरला को विकास की सोशल पैरामीटर्स पर भी आगे ले जाने का काम किया है। जल जीवन मिशन, उज्ज्वला योजना, आयुष्मान भारत, प्रधानमंत्री सूर्यघर मुफ्त बिजली योजना, ऐसी अनेक योजनाओं से केरला के लोगों को बहुत लाभ हो रहा है. ഫ്രണ്ട്സ്, ഭാരത സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് രാജ്യത്തിന്റെ വികസനം എന്ന മന്ത്രത്തോടെ മുന്നോട്ട് പ്രവർത്തിക്കുന്നു. നാം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 1 ദശകത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തെ സോഷ്യൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. ജൽ ജീവൻ മിഷൻ, ഉജ്ജ്വല യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കേരളത്തിലെ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം കൊണ്ടുവരുന്നതിന് ശ്രമിച്ചു. साथियों, हमारे फिशरमैन का बेनिफिट भी हमारी प्राथमिकता है. ब्लू रिवॉल्यूशन और प्रधानमंत्री मत्स्य संपदा योजना के तहत केरला के लिए सैकड़ों करोड़ रुपए की परियोजनाओं को मंजूरी दी गई है. हमने पोन्नानी और पुथियप्पा जैसे फिशिंग हार्बर का भी मॉडर्नाइजेशन किया है. केरला में हजारों मछुआरे भाई बहनों को किसान क्रेडिट कार्ड भी दिए गए हैं, जिसके कारण उन्हें सैकड़ों करोड़ रुपए की मदद मिली है. സുഹൃത്തുക്കളെ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുടെ പുരോഗമനവും നാം പ്രഥമ പരിഗണന നൽകുന്നു. ബ്ലൂ റവല്യൂഷൻ, പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന, ഈ പദ്ധതികളിലൂടെ കേരളത്തിലെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തിയത്. നാം പൊന്നാനിയും പുതിയപ്പ ഫിഷിംഗ് ഹാർബറുകളുടെ മോഡേണൈസേഷൻ നടത്തുന്നതിനുള്ള പദ്ധതികൾ നടത്തുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക്, സഹോദരീ സഹോദരന്മാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടായി.